ശ്രീലമ, നമസ്കാരം. ഈ കേരളത്തിൽ കുറെ പേർ വിചാരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയാൽ മാത്രമേ നവോത്ഥാനവും സമത്വവും ഒക്കെ ഉണ്ടാകുമെന്ന്. ഒരു സുപ്രീം കോടതി വിധിയുടെ പേരിൽ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നാമജപ ഘോഷയാത്രയൊക്കെ എത്രത്തോളം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വീണ്ടും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം, അങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് WCC അംഗമായ ഒരു സിനിമാ നടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പറച്ചിലുകൾ വീണ്ടും വിശ്വാസ സമൂഹത്തിനിടയിൽ ഒരു വലിയ പ്രശ്നത്തിന് വഴിതെളിക്കില്ലേ? തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ മൊത്തം വ്രണപ്പെടുത്തുമെന്നുള്ള കാര്യം അറിയാത്തതല്ല. ഇവിടുത്തെ സർക്കാരിന് അതിനെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ സർക്കാർ വിചാരിച്ചത് ഇവിടുത്തെ സ്ത്രീകളെയെല്ലാം നവോത്ഥാനത്തിന്റെ പേരിൽ ശബരിമലയിലേക്ക് കയറ്റിയാൽ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ എന്ന പേര് പിണറായി വിജയനെ സമ്പാദിക്കാൻ കഴിയുമെന്നൊരു ധാരണ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ ധാരണയുടെ പുറത്താണ് പിണറായി വിജയൻ കുറെ സ്ത്രീകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഡയറക്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും പിണറായി വിജയന്റെ സംഘടനയും മറ്റുള്ളവരും ഒക്കെ കുറെ സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാതെ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് നവോത്ഥാനം നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ആ യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ലാത്ത ചിലർ നമുക്കൊരു ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് ആരാണ്? ക്ഷേത്രവുമായി ബന്ധമുള്ളവരാണ്, വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി എത്തേണ്ടത്. ആ ആരാധനയ്ക്ക് എത്തേണ്ട വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിശ്വാസികളായ ചിലർ, അവരുടെ മതത്തിൽ പോലും അവർക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ലാത്ത മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ചിലർ ശബരിമലയിലേക്ക് കടന്നു കയറാൻ നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ്. ശബരിമല അടക്കമുള്ള ഇത്തരം ക്ഷേത്രങ്ങളിലും ഇത്തരം സ്ഥലങ്ങളിലേക്കും അവിശ്വാസികളുടെ നിരന്തരമായ ഒഴുക്ക് അടുത്ത കാലത്ത് ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പലരും പലവിധ അജണ്ടകളുമായാണ് ഇത്തരം സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതെന്ന് നമ്മൾ കണ്ടതുമാണ്. അടുത്ത കാലത്ത് ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില അവിശ്വാസികൾ അവിടെ വന്ന് കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസ് പോലും നടക്കുകയാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ വിശ്വാസമില്ലാത്തവർ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്? ക്ഷേത്രങ്ങൾ നവോത്ഥാന കേന്ദ്രങ്ങളോ നവോത്ഥാനം നടപ്പിലാക്കേണ്ട കേന്ദ്രങ്ങളുമല്ല. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവിടെ പോവുകയും അവർക്ക് വിശ്വാസം അനുസരിച്ച് അവരുടെ ആരാധന നടത്തുകയും ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എന്തിനാണ് അവിശ്വാസികൾ അവിടേക്ക് എത്തിച്ചേരുന്നത്? ക്ഷേത്രങ്ങളല്ല നവോത്ഥാനത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ് നവോത്ഥാനത്തിന് കാരണമാകേണ്ടത്. അല്ലാതെ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറുക, ഹൈന്ദവ വിശ്വാസത്തിലേക്ക് മാത്രം കടന്നു കയറിക്കൊണ്ട് അത് ഒരു നവോത്ഥാനമാണെന്ന് കണക്ക് കൂട്ടുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിഷയങ്ങൾ നമ്മളിപ്പോ ഇത് ആരാണ് ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ WCCയിലെ ഒരു അംഗം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇപ്പോ ശബരിമല വിഷയം എടുത്തിടേണ്ട ഒരാവശ്യവുമില്ല WCCക്കാർക്ക്. കാരണം നിരവധി പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും നിരവധി വിഷയങ്ങൾ സിനിമാ രംഗത്തുള്ളപ്പോൾ ഈ WCCയിലെ അംഗം എന്ന് പറഞ്ഞുകൊണ്ട് ആരായാലും ഇപ്പൊ നമുക്കറിയാം വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. ഈ സമൂഹത്തിൽ ഇപ്പോ ഓൺലൈൻ ചാനലുകളുടെ കടന്നുവരവോടുകൂടി തന്നെ നിരവധി ഓൺലൈൻ ചാനലുകൾ, പ്രത്യേകിച്ച് ഈ സാധാരണ വാർത്ത ചെയ്യുന്ന ചാനലുകളെയല്ല ഞാൻ വിമർശിക്കുന്നത്. വാർത്ത ചെയ്യുന്ന ചാനലുകൾക്ക് കുറച്ചെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകും. എന്നാൽ വാർത്ത ചെയ്യാത്ത ഈ എന്റർടൈൻമെന്റ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്ന ചില ചാനലുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം. അതിനൊരു ധാർമ്മികതയോ മറ്റൊന്നുമില്ല. ആരെങ്കിലും വഴിയെ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മളിപ്പോ അന്തം വിട്ടു പോകും. എല്ലാവരും ഇന്റർവ്യൂ എടുക്കുകയാണ്. അതായത് പലതരത്തിലുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പാട്ട് എവിടെയെങ്കിലും പാടി ആ പാട്ടൊന്ന് ഹിറ്റായി, അല്ലെങ്കിൽ ഏതെങ്കിലും ആ പാട്ടൊന്നും കേൾക്കാൻ പോലും കഴിയില്ല, പക്ഷെ അത് വൃത്തികെട്ട രീതിയിലാണെങ്കിലും, അതായത് മോശം പാട്ടുകളാണെങ്കിൽ മോശം രീതിയിലാണ് പാടുന്നതെങ്കിൽ പോലും അത്തരം ആൾക്കാരെ വരെ വിളിച്ചിരുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഭയങ്കര അതിശയം തോന്നും ചിലരെയൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ. ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിലേക്ക്, ഏതെങ്കിലും വിഷയങ്ങളിലേക്കൊക്കെ ഇത്തരക്കാരെ ഡ്രാഗ് ചെയ്യും. അവരാണ് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാതെ ഇത്തരത്തിലുള്ള ചില അഭിപ്രായം പറയും. അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനമായി മാത്രം ഇപ്പോൾ ഈ WCC അംഗത്തിന്റെ ആ പറച്ചിലിനെ കണ്ടാൽ മതി. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ശബരിമലയിലേക്ക് പോയ സ്ത്രീകൾക്കെതിരെ കേസ് എടുക്കരുത് എന്നാണ്. അതായത് ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്കോ അല്ലെ അവരുടെ വികാരം വ്രണപ്പെട്ടതിനോ ഒരു പ്രശ്നവുമില്ല. അത് കേസ് എടുക്കാതെ പോലീസ് സംരക്ഷണം അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം ഉണ്ടാകേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് വേറെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഭാഗത്തേക്കാണെങ്കിൽ കഴിയില്ല. ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ് നവോത്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്രിസ്ത്യൻ സെമിറ്റിക് മതങ്ങളുടെ വിഭാഗക്കാരായ ആൾക്കാരെ പോലെയല്ല, ക്രിസ്ത്യൻ വിഭാഗത്തെ പോലെയോ മുസ്ലിം വിഭാഗത്തെ പോലെയല്ല, ഒരു പ്രശ്നത്തിലും ഒന്നിച്ചു നിൽക്കുന്നവരല്ല.
അവരെ സംബന്ധിച്ച് ആരാധനയാണെങ്കിലും ഏത് ക്രമമാണെങ്കിലും അവരെല്ലാം പല അഭിപ്രായമുള്ളവരാകും. ആ അഭിപ്രായമുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഭൂരിപക്ഷത്തെ ഒരു കാരണവശാലും ഏകീകരിക്കരുത്. ആ ഏകീകരിച്ചാൽ കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷ വിഭാഗത്തെ വിഘടിപ്പിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. പുരോഗമനത്തിന്റെ ഭാഗമായി പലരും കാണുന്നത് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുക, ഹൈന്ദവ വികാരങ്ങളെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. ഹൈന്ദവരുടെ തന്നെ ഒരു മാനസിക പ്രശ്നമാണത്. തങ്ങളുടെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതചര്യകളെ തങ്ങളുടെ സംസ്കാരത്തെ, ഞാനത് മതവിഭാഗം പോലുമാണെന്ന് പറയുന്നില്ല, ഹൈന്ദവീയം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തെ തള്ളിപ്പറയുന്നതിലൂടെ വലിയ രീതിയിലുള്ള പേരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. മാത്രമല്ല ഹൈന്ദവരെ പരസ്പരം തള്ളിപ്പറയുന്നു. പറഞ്ഞോളൂ. ഇടയ്ക്ക് ഈ ഒരു കൃഷ്ണഭക്ത, ഒരു ഉടായിപ്പ് കൃഷ്ണഭക്ത ഗുരുവായൂരിൽ കയറി ചില റീൽസ് ഒക്കെ എടുത്ത് ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കോടതി തന്നെ ഒരു ഉത്തരവിറക്കി, ഇനി തൽക്കാലം റീൽസുകാരൊന്നും ഗുരുവായൂരിലേക്ക് കയറണ്ട. ഇപ്പോൾ ദേ ഹിന്ദുമത വിശ്വാസി പോലും അല്ലാത്ത ഒരാളാണ് ശബരിമലയിൽ കയറുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദു മതവിശ്വാസികൾക്കെതിരെ ഒരു കൂട്ടം ഒന്നിക്കുന്നു എന്നല്ലേ നമുക്ക്, അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിലർ എവിടെയൊക്കെ ഇരുന്ന് ഗൂഢലക്ഷ്യങ്ങൾ മെനയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതെ. ഈ ഉടായിപ്പ് കൃഷ്ണഭക്തയുടെ കാര്യത്തിൽ അത് കൃത്യമായി പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, അവരുടെ ഉദ്ദേശം അവർ ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ പുലർത്തുകയോ ചെയ്യുന്ന ഒരു സ്ത്രീയല്ല. അവർ ഏത് സമയത്തും അവരുടെ തലയിൽ തുണിയിട്ടുകൊണ്ട് മാഷാ അല്ലാഹ് വിളിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തുകയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും കൂടുതൽ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തൊരു സ്ത്രീയാണ്. അവരവിടെ വന്ന് എന്താണ് ചെയ്യുന്നത്? അവർ കേക്ക് മുറിക്കുന്നു. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അവർ പറയുന്നു അതിൽ മുട്ട ചേർന്നതല്ല എന്ന് പറയുന്നു. അവരവിടേക്ക് വന്ന് അവിടെ നിൽക്കുന്ന ഭക്തരോട് തട്ടിക്കയറുന്നു, വഴക്കുണ്ടാക്കുന്നു, കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇവിടെയൊക്കെ അവർക്ക് അനുകൂലമായിട്ട് ചില വിഭാഗങ്ങൾ, ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആ വിഷയത്തിലെടുത്ത തീരുമാനം എന്താണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതുവരെ അവർക്കെതിരെ ഒരു കേസിന് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളിൽ ആരെങ്കിലും അവിടെ പോയി നിന്ന് എന്തെങ്കിലും തരത്തിലൊരു സെക്യൂരിറ്റിയോട് തട്ടിക്കയറിയാൽ, സെക്യൂരിറ്റി നമ്മളോട് നിൽക്കുന്ന ഏറ്റവും നികൃഷ്ട ജീവികളെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ അവിടെ പോയി നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കുകയും അപ്പോൾ തന്നെ അത് കേസാവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാകുന്നത്? അവർക്ക് എന്താണ് ക്ഷേത്രങ്ങളിൽ കാര്യം? അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൃഷ്ണ ചിത്രം വരയ്ക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതും ട്രേസ് ചെയ്തതാണ്. അവരെ പലരും വെല്ലുവിളിച്ചു. നിങ്ങൾ വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വരയ്ക്കുക, അവർക്ക് അതിന് കഴിയില്ല. അവർ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കളർ ചെയ്യുന്ന വീഡിയോ മാത്രമാണ് അവരെപ്പോഴും അവരുടെ ഇൻസ്റ്റ ഐഡിയിലും ഒക്കെ ഇടുന്നത്. അവർ ഹിന്ദുക്കളെ നന്നായി ഉപയോഗിച്ച ഒരു സ്ത്രീ കൂടിയാണ്. ഹൈന്ദവ വികാരങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നും കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് അവർ മറ്റൊരു മതവിഭാഗക്കാരിയാണ്, അതുകൊണ്ട് തന്നെ കൃഷ്ണ ചിത്രം വരുത്തി തീർത്തുകൊണ്ട് ആ മതവിഭാഗങ്ങൾ അവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഗുരുവായൂർ ക്ഷേത്രത്തെ നന്നായി മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്ത്രീയാണ്. അത് മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ പിറകിൽ വളരെ അധികം ശക്തികൾ, പലതരത്തിലുള്ള ശക്തികൾ അവരുടെ പിറകിൽ ഉണ്ട് എന്ന ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല അന്വേഷണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും അവരെ കോടതി വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നു. കോടതി അവരോട് അടുത്ത ദിവസം ഒക്ടോബർ 18 ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവരോട് ഇപ്പോൾ തൽക്കാലം റീൽസോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് എടുക്കരുത് എന്ന് പറയുകയും ചെയ്തു. കാരണം ഹൈ സെക്യൂരിറ്റി സോണിലുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് കടന്നു കയറി അതിന്റെ മുക്കും മൂലയും കാണുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള റീൽസുകളും മറ്റും എടുത്ത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ചില സന്ദേശങ്ങൾ കൂടി നൽകാനാണ്. ഏത് സമയത്തും എനിക്ക് അവിടെ ചെല്ലാൻ കഴിയും, നിങ്ങൾക്ക് ആർക്കും അവിടെ ചെല്ലാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ അന്വേഷണം നടത്തുകയും അവരുടെ പിറകെ നടന്ന് സഞ്ചരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയ ഒരാളാണ് ഞാൻ. അവരുടെ ഒരു ഇന്റൻഷൻ അവർ നേരത്തെ സമൂഹത്തിൽ ഉണ്ടാക്കി അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായി അവരുടെ പിന്നിൽ ചില ശക്തികൾ ഉണ്ടെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ ഹൈന്ദവ വികാരങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നും ഹൈന്ദവ വികാരങ്ങളെ എങ്ങനെ വ്രണപ്പെടുത്താമെന്നും ക്ഷേത്രങ്ങളെയും മറ്റും ഇല്ലാതാക്കാമെന്നും സംസ്കാരത്തെ ഹൈന്ദവരെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതൊരു ജാതിയോ മതവുമായി പോലും ഞാൻ കരുതുന്നില്ല. ഹൈന്ദവ സംസ്കാരമാണ്, ഭാരതത്തിന്റെ തനതായ സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. ആ ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിലൂടെ നമുക്കറിയാം കുട്ടികളെ ഇല്ലാതാക്കുന്ന പ്രവണതയുണ്ട്. നിരവധി കുട്ടികളെ മയക്കുമരുന്ന് അടിമകളാക്കുന്നു. നിരവധി കുട്ടികളെ ഇത്തരത്തിൽ ഗ്രൂപ്പ് ചേർന്ന്, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു കേസിന്റെ അടുത്തേക്ക് വന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ഒരു പയ്യൻ ശ്രമിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആ ഗ്യാങ്ങിൽ ഏതാണ്ട് 20ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നുണ്ട്. ഓരോ പെൺകുട്ടികളെ ഓരോരുത്തർ ഉപയോഗിച്ച ശേഷം മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി 2-3 പേര് ഉപയോഗിച്ച ശേഷം ആ പെൺകുട്ടി അവിടെ നിന്ന് പിണങ്ങി പോരുമ്പോൾ ഒരാൾ വീട്ടിൽ കയറി ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതായത് ഹൈന്ദവ സംസ്കാരത്തെ, അത് കുലസ്ത്രീ,
അതായത് ഒരു പുരുഷന്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നവരെ കുലസ്ത്രീ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അപ്പോൾ ചില കുലസ്ത്രീകളല്ല ഞങ്ങളെന്ന് വരുത്താൻ വേണ്ടി കള്ളും കഞ്ചാവും അത്തരത്തിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇത് ഹൈന്ദവരെ മാത്രമേ ഇത്തരത്തിൽ തകർക്കാൻ കഴിയൂ. ഹൈന്ദവർക്കാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾ അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ള ഒരു ത്വര കൂടുതൽ ഉണ്ടാകുന്നത്. ആരും ചോദിക്കാനും പറയാനുമില്ല. ഹൈന്ദവർക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനും പറയാനുമില്ല എന്ന അവസ്ഥ വരുന്നത് കൊണ്ടാണിത്. നേരെ മറിച്ച് പള്ളിയിലോ അല്ലെങ്കിൽ മുസ്ലിം മോസ്കുകളിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ചോദിക്കാനും പറയാനും കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അവരുടെ പള്ളികളിൽ നിന്നൊക്കെ പുറത്താക്കുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർ വളരെ കൃത്യമായി നോക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ എന്താണ് സ്ഥിതി? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളെ കടന്നാക്രമിക്കാം, ശബരിമലയിലേക്ക് ഓടിക്കയറാം, ഗുരുവായൂരിലേക്ക് വന്ന് റീൽസ് എടുക്കാം, ഗുരുവായൂരിൽ വന്ന് കേക്ക് മുറിക്കാം. ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ ഖേദകരമാണ്. ഇത്തരം അവസ്ഥയ്ക്കെതിരെ ഹൈന്ദവ സമൂഹം ഒന്നിച്ചു നിന്നേ മതിയാവൂ. യാതൊരു കാരണവശാലും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടും പിന്നോട്ട് പോകുന്ന ഒരു ആൾക്കാരെ കാണരുത്, പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. വളരെ നന്ദി മാം.